ഇന്നത്തെ ടീച്ചറാണ്. ടോവിച്ചനെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടാവുന്ന അതെ ഇന്നസെന്റിനെ പഠിപ്പിച്ച ടീച്ചറാണ് നീ. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡി സ്റ്റാർ ബ്ലോഗ്സ്. അപ്പൊ ഇന്ന് വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലല്ലോ. ഇന്ന് നമ്മള് ടോവിച്ചന്റെ വീട്ടിലേക്കും അതുപോലെ ഇന്നസെന്റിന്റെ വീട്ടിലേക്കും പോവാണ്. ഇരിഞ്ഞാലക്കുടയിലാണ് അവരുടെ വീട്. അപ്പൊ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഇന്ന് ഞാനും എന്റെ അനീത്തിയാട്ടാ പോണത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വണ്ടി കാണിച്ചു കൊടുക്കടി. ഇതാണ് ഞങ്ങളുടെ വണ്ടി. അപ്പൊ എന്തായാലും നമുക്ക് പോവാല്ലേ. പോണ വഴിക്ക് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. വലിയ കാഴ്ചകളൊന്നും ഇല്ല കേട്ടാ. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് മിണ്ടിയും പറഞ്ഞ് മർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ വരെ പോയിട്ട് വരാം അല്ലെ. മഴ വരുന്നുണ്ട്. മഴയിൽ വിടുന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പൊ വായോ പോവാം. നമ്മള് പോയോണ്ടിരിക്കാണ്. എന്റെ അനീത്തിയാട്ടാ വണ്ടി ഓടിക്കണ. ഇതാണ് വലിയ പാലം. കരുവന്നൂർ വലിയ പാലം എന്ന് പറയുന്നത് ഇതാണ്. ഇതതിന്റെ തൊട്ടടിയിലുള്ള കുഞ്ഞിയ പാല. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. നമ്മുടെ കരുവന്നൂര് പുഴ. നമ്മള് ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കാണ്. നല്ലതാ. ഇവിടെ നല്ലൊരു വ്യൂ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ പാലം, കരുവന്നൂര് പാലം. ഇതേ കണ്ട കരുവന്നൂര് പുഴ അവിടെ ഇരിക്കണത്. ഇതേ കാണുന്നതാണ് കരുവന്നൂര് പുഴ. അപ്പോഴേ ഞാൻ ഇപ്പൊ ഇനി ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ഉള്ളൂ അവരുടെ വീട്ടിലേക്ക്. ഒരു 6-7 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ശരിക്കും പറയാച്ചു കഴിഞ്ഞാൽ ഇന്നസെന്റിന്റെ വീട് ഇരിഞ്ഞാലക്കുടയിൽ അവിടെ ഒരു വലിയ പള്ളിയുണ്ട്. ആ പള്ളിയുടെ കുറച്ച് പോയാൽ മതി അവിടേക്ക്. ടോവിച്ചന്റെ വീട് എന്ന് പറയണത് നമ്മുടെ ബസ് സ്റ്റാൻഡ്, ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ് ഉണ്ട്. അതിന്റെ കുറച്ച് അവിടെ നിന്ന് ഒരു 100-200 മീറ്റർ ഉള്ളൂ ടോവിച്ചന്റെ വീട്ടിലേക്ക്. ഞാൻ ആക്ച്വലി വരാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ, ഞാനൊരു ഇന്റർവ്യൂ കണ്ടു. നമ്മുടെ സൂഫി സുജാതയും സൂഫിയില്ലേ, ആളുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. ആളുടെ ഒരു ഇന്റർവ്യൂവിൽ ആള് പറയുക ആളുടെ വീട് ഇരിഞ്ഞാലക്കുടയിലാണ്, തൃശ്ശൂരിൽ ഇരിഞ്ഞാലക്കുടയിലാണ്. അപ്പൊ പിന്നെ ആളുടെ വീട് അവിടെയാണോ? അങ്ങനെയാണെങ്കിൽ ആളുടെ വീട് എങ്ങനെയും കണ്ടുപിടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കണേ. അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ടോവിച്ചന്റെയും അതുപോലെ ഇന്നസെന്റിന്റെയും ഒക്കെ വീട് അവിടെയാണല്ലോ എന്ന് ഓർമ്മ വന്നപ്പോഴാണ്. അപ്പൊ എല്ലാവരുടെ വീട് ഒരുമിച്ച് അങ്ങോട്ട് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പൊ വന്നേക്കണേ. പക്ഷേ ഈ സൂഫിയുടെ വീട്, സൂഫി എന്ന് പറഞ്ഞ നമ്മുടെ ദേവ്മോഹൻ ട്ടാ. പക്ഷെ ആളുടെ വീട് എല്ലാവർക്കും പെട്ടെന്ന് അറിയണ്ടാവില്ല. ഇപ്പം എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ ആളെ പെട്ടെന്ന് മനസ്സിലാക്കും. പക്ഷെ ഇച്ചിരി വയസ്സായ ആൾക്കാർക്കൊക്കെ മനസ്സിലാവാനായിട്ട് ഇച്ചിരി പ്രയാസം ഉണ്ടാവും. കാരണം ആളിങ്ങനെ തെളിഞ്ഞ് വരണല്ലേ ഉള്ളൂ സിനിമയിൽ. അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, വെള്ളമൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രളയത്തിന്റെ ആ സമയത്ത് വെള്ളമൊക്കെ കുറേ പൊങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇച്ചിരി മഴയും കൂടെ അവിടെ നിന്ന് വന്നാൽ നല്ല രസമായിരിക്കും. നല്ല വ്യൂ കിട്ടിയാൽ ഇവിടെ. പിന്നെ അധികം നേരം ഇവിടെ നിൽക്കണ്ട, ലേറ്റ് ആവും. വീട്ടിലേക്ക് എത്തണ്ടേ നമുക്ക് തിരിച്ച്. അപ്പൊ നമുക്ക് തിരിച്ചു പോവാം അല്ലേ. ഈ വരണ വഴിക്കാണ് നമ്മുടെ മാപ്രാണ ഷാപ്പ്. ഇത് നമ്മുടെ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഷാപ്പാണ്. നമുക്ക് എന്തായാലും ഒരു ദിവസം ഇങ്ങോട്ട് വരണം. കൊറോണയൊക്കെ മാറിയിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരണം. അപ്പൊ പോണ വഴി ആയ കാരണം ഞാൻ അത് കാണിച്ചതെന്നുള്ളൂ. നമുക്കിനി ഈ റൂട്ടാ പോകണ്ടേ, അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പൊ നമ്മളെ ഇപ്പൊ ഞാൻ നേരത്തെ ആ പള്ളി കാണിച്ചെന്നില്ലേ, ആ പള്ളി കഴിഞ്ഞു നമ്മളിത് ഇങ്ങനെ നടക്കാണ്. നമ്മളെ ആ പള്ളി കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെഫ്റ്റ് ആണ് ആളുടെ വീട്ടിലേക്കുള്ള വഴി, ഇന്നസെന്റിന്റെ വീട്ടിലേക്കുള്ള വഴി. നമുക്കിങ്ങനെ നടക്കാം. ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട്. പാർപ്പിടം എന്ന് പറഞ്ഞ വീടാണ്. അതാണ് ഞാൻ ഈ അന്വേഷിച്ച് നടക്കണം. എൻ്റെ കൈ വേദനിച്ചു തുടങ്ങി ഈ സ്റ്റാൻഡ് പിടിച്ച് നടന്നിട്ട്. ഞാനേ പുതിയ സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ടാ. കിട്ടിപ്പോയി. അമ്പടാ ഇതാണ്.
കണ്ടടാ മോനെ, നമ്മുടെ കള്ള ഒളിച്ചിരിക്കരുത്. കണ്ടു, ഇതാണ് നമ്മുടെ ഇന്നസെന്റ് ചേട്ടൻ്റെ വീട്. ആ വലിയ വീടല്ലേ കുഞ്ഞി. ഇതാണ് ആളുടെ വീട്. ഉള്ളിൽ ആരെങ്കിലും ഉണ്ടാവും. അയ്യോ, ആരൊക്കെ പുറത്തുണ്ടോന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആരൊക്കെ പുറത്തൊക്കെ ഉണ്ട്. ദേ ഇന്നസെന്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നസെന്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പാർപ്പിടന്നാണ് വീടിൻ്റെ പേര്. ഉള്ളാരെങ്കിലും ഉണ്ടോ നോക്കാല്ലേ പോയിട്ട്. അതെ, പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വിളിച്ചപ്പോൾ മകൻ്റെ വൈഫ് ഉള്ളിലേക്കല്ല പുറത്തേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ ക്യാമറയും പിടിച്ച് അവിടെ നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താ തോന്നുന്നത്? പിന്നെ അവർക്ക് ഓരോ പ്രൈവസി ഉള്ളതല്ലേ, അതിനെല്ലാം നമ്മൾ കയറി ഇടപെടാൻ പാടില്ലല്ലോ. അവർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ. അത് കാരണമാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് അവർക്ക് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ആൾ ഹോസ്പിറ്റലിൽ പോയിക്കാന്നാണ് പറഞ്ഞേ. ഇനിയിപ്പോൾ എന്നിട്ട് പറഞ്ഞു 2-3 ദിവസം കഴിയുമ്പോൾ ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു, എന്നാലേ ആളെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആളെ കണ്ടില്ല. ഇതാണ് നമ്മുടെ വീട്. അതെ, ഇ.ടി. തോമസ് അഡ്വക്കേറ്റ്. അപ്പൊ അതെ, നമ്മളിപ്പോ ടോവിച്ചന്റെ വീടിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. സംഭവേ എന്റെ നെഞ്ചൊക്കെ ഇങ്ങനെ ടക്ക് 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 കിടന്ന് ഇരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചീത്തയാക്കണത് നമുക്കൊരു പുത്തേയില്ല, പക്ഷേ വേറൊരു വീട്ടിലേക്ക് പോയിട്ട് ചീത്ത അരന്ന് വാങ്ങണത് ആദ്യമാണ്. അപ്പൊ അതിന്റെ ഭയങ്കര ടെൻഷനുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിൽ പോയി നോക്കാം. പിന്നെ എൻ്റെ കോളേജ് ബസ് ഈ വഴിയാണ് വരാറ്. അപ്പൊ എനിക്കറിയാം ആളുടെ വീട്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ആളുടെ വീടിന്റെ ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കും. ആളവിടെ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. നമുക്ക് എന്നാലും ഒന്ന് പോയിട്ടേ നോക്കി വെക്കാം ആളവിടെ ഉണ്ടോന്ന്. അപ്പം അതെ, ഇതാണ് നമ്മുടെ ടോവിച്ചൻ്റെ വീടിൻ്റെ മതില്. ആളുടെ അപ്പൻ അഡ്വക്കേറ്റ് ആയിരുന്നു കേട്ടോ, ഇ.ടി. തോമസ്. ഓടിയൊക്കെ കിടക്കുന്നുണ്ടല്ലോ. ആളുടെ പുതിയ വണ്ടിയാണ് ഓടി. ആ ഓടിയൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ ആളിവിടെ ഉണ്ട് തോന്നുന്നു. അപ്പതേ ഞങ്ങളെന്തായാലും ഉള്ളിലേക്ക് കയറിയിട്ട് ആളുടെ അപ്പനെയും കണ്ടു, ആളുടെ അമ്മേനെയും കണ്ടു. ആളവിടെ ഉണ്ട്. ആളെ ഉറങ്ങാം. പുലർച്ചെ എന്തോ ഒരു ഇത് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ ആള്. അപ്പോൾ ആളുടെ അപ്പച്ചൻ ആളോട് പോയി ചോദിച്ചത്, ഇങ്ങനെ 2 പിള്ളേര് വന്നിട്ടുണ്ട്, പക്ഷെ ഇത് കൊറോണ ടൈം ആയ കാരണേ ആളാരും കാണാൻ സമ്മതിക്കില്ല. അപ്പോൾ ആ പ്രതീക്ഷയും കൂടാ. അപ്പോൾ ആളെ കാണാനും പറ്റിയില്ല. ആളെന്തായാലും ഉള്ളിലുണ്ട്, കൊറോണ ആയ കാരണമാണ് ആളെ സമ്മതിക്കാത്തത്. അപ്പോൾ ടോവിച്ചിൻ്റെ വീടിൻ്റെ മുന്നിലുള്ളൊരു വീടാണിത്. അവിടെ ഒരു അമ്മാമ്മയുണ്ട്. എനിക്കൊരു അമ്മാമ്മേനെ കൂട്ടി കിട്ടി. അപ്പോൾ അമ്മാമ്മോട് ടോവിച്ചൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഹായ് പറ അമ്മമ്മ. ഹായ് പറ. അതെ, ഞാൻ ഉള്ളിലേക്ക് പോയപ്പോൾ ആള് കാണാൻ സമ്മതിച്ചില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കൊറോണ. അമ്മാമ്മ പറഞ്ഞോ എന്തുകൊണ്ടാണ് കാണാൻ സമ്മതിക്കാൻ? ഭാഗത്തേക്കൊന്നും ആള് കേട്ടില്ല. അതെ, ഇന്നസെന്റിനെ പഠിപ്പിച്ച ടീച്ചറാണ് നിൽക്കണേ. നമ്മുടെ ഇരിഞ്ഞാലക്കുട മോഡൽ ബോയ്സ്. പറ അമ്മ ഉറക്കെ പറഞ്ഞു. 30 കൊല്ലം അവിടെ വർക്ക്. ഇരിഞ്ഞാലക്കുട ബോയ്സ് ഹൈസ്കൂളില് 60 കൊല്ലം 30 കൊല്ലമായിട്ട് അവിടെ വർക്ക് ചെയ്ത അമ്മാമ്മയാണ്. ഇന്നസെന്റിന്റെ ഒക്കെ ടീച്ചറാണ്. ടോവിച്ചനെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടോ അമ്മാവ? കണ്ട സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇവിടെ ടി വി വാങ്ങി കൊടുത്തു ആ ഭാഗത്തായി. നല്ല സ്വഭാവം. ഞങ്ങൾക്കൊക്കെ വളരെ സമ്മതം. കുട്ടിക്കാലത്ത് ഇവിടെ വരും. അന്ന് പഴയ വീടായിരുന്നു. അതെ, പിന്നെ സിനിമ നടനായാലും അതിന്റെ അഹങ്കാരമൊട്ടുമില്ല. അതിന്റെ മോളാണ് ഇവിടെ ഒരു ചെറിയ കുട്ടീന്റെ അനിയത്തിയുടെ മോന്റെ കുട്ടി. എവിടെ? അവള് വന്നാ പിന്നെ ഇവിടെ തന്നെ ചേച്ചി. എന്റെ പേര് സുശീലാണ്. അപ്പൊ ഈ അനിയത്തിയുടെ മോൻ ചുറ്റി അതെ. അതാണ്.
അപ്പോൾ അമ്മാമ്മയായിട്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ, ഇത് എനിക്ക് പെട്ടെന്ന് കിട്ടിയതാട്ടാ. ഹായ് പറഞ്ഞോളൂ. താങ്ക്സ്. അപ്പൊ ശരി, അപ്പൊ താങ്ക് യു മാമ. അപ്പൊ നമുക്ക് പോവാ അല്ലേ? അപ്പോഴേ നമ്മൾക്ക് ഇന്ന് 2 പേരുടെ വീടാ കാണാൻ പറ്റുള്ളൂ. നമ്മൾ കുറേ ആൾക്കാരോട് ചോദിച്ചു നമ്മുടെ സൂഫിയുടെ വീട്, ദേവ്മോഹന്റെ വീട് എവിടെയാന്ന് കുറേ ആൾക്കാരോട് ചോദിച്ചു. പക്ഷെ ആർക്കും അറിയണില്ല. പിന്നെ ഒരുപാട് നേരം നമുക്ക് അവിടെ നിന്ന് തിരിയാനും പറ്റില്ല. കാരണം അവിടെ കൊറോണ റെഡ് സോൺ ആക്കിയേക്കാണേ ചില സ്ഥലങ്ങളൊക്കെ. അപ്പോൾ പോലീസുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടക്കുക. അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് തിരിയാനും പറ്റില്ല. അപ്പോൾ അത് കാരണം നമ്മളിതേ ഇപ്പം നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ വീട്ടിലെത്തി. മഴയൊന്നും പെയ്തില്ല, ചെറുതായിട്ട് മഴ തുള്ളി തുടങ്ങിയിട്ടുള്ളൂ, എന്നാലും കുഴപ്പമില്ല. പിന്നെ ടോവിച്ചന്റെ വീട്ടിൽ പോയപ്പോഴും ഇന്നസെന്റിന്റെ വീട്ടിൽ പോയപ്പോഴും 2 പേരും ചീത്തയൊന്നും പറഞ്ഞില്ല കേട്ടോ. വളരെ മാന്യമായിട്ടാണ് 2 പേരും സംസാരിച്ചത്. ഫസ്റ്റ് ഞങ്ങൾ ടോവിച്ചന്റെ വീട്ടിൽ പോയപ്പോൾ ടോവിച്ചന്റെ മമ്മിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം മമ്മി പറഞ്ഞു ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു വെക്കാം, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വായോ എന്ന് പറഞ്ഞു മമ്മി. കാരണം ടോവിച്ചനെ ഉറങ്ങായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് ചെന്നപ്പോൾ ഉണ്ട് അവിടെ ടോവിച്ചന്റെ പപ്പയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പപ്പ പോയിട്ട് അപ്പോഴേക്കും ടോവിച്ചനെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പ വീട്ടിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് എന്ത് ചെയ്തു, ടോവിച്ചനോട് പറഞ്ഞു ഇങ്ങനെ 2 പിള്ളേർ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ കൊറോണ ആയ കാരണം ടോവിച്ചൻ കാണാൻ സമ്മതിക്കാഞ്ഞ്. പിന്നെ ഇന്നസെന്റിന്റെ വീട്ടിൽ പോയപ്പോഴും അങ്ങനെ ആരൊന്നും പറഞ്ഞൊന്നുമില്ല. ആള് പുറത്തേക്ക് പോയി കാണാൻ, ഹോസ്പിറ്റലിൽ പോയി കാണാന്നാണ് പറഞ്ഞത്. മകൻ്റെ വൈഫ് വന്നിട്ട് 2 പേരും വളരെ മാനായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അവിടെ റെഡ് സോൺ ആയിരുന്നു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എനിക്ക് കൊറോണ വന്നിട്ട് എത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ടാറ്റ ബൈ ബൈ, സീ യു.